ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ ആ വീഡിയോയിലുള്ളതാണ്. ഡമ്മി സബ്ജക്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ എഴുതുക. എൻ്റെ വീട്ടിൽ ഒരു കാറുണ്ട്. എനിക്കൊരു കാറുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഐ ഹാവ് എ കാർ മതി. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഡമ്മി സബ്ജക്റ്റ് വെക്കണമെന്നാണ്. അതുപോലെ എൻ്റെ വീട്ടിൽ 2 കാറുകളുണ്ട്. കേരളത്തിൽ 44 നദികളുണ്ട്. ഇപ്പോൾ പറയാം ഹാവ് ഹാസ് വെച്ചാൽ നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡമ്മി സബ്ജക്റ്റുകളാണ് ഇത്. ഡമ്മി സബ്ജക്റ്റ് എന്തായിട്ട് എടുക്കുക? ഇവിടെ ദർ, THERE, ദർ. ഇപ്പോൾ ദർ വന്ന് ഹാവ് ഹാസ് അല്ല വെക്കുക. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈസോ മാറോ ഉപയോഗിക്കുക. ഈസോ അല്ലെങ്കിൽ ആറോ എന്താ വരിക? അപ്പോൾ ഇവിടെ ഒരു കാറാണ് ഉള്ളത്. സബ്ജക്റ്റ് ഒന്നായതുകൊണ്ട് നമ്മൾ എന്ത് വെക്കും? ഈസ്. ദർ ഈസ് എ കാർ in my house. There is a car in my house. അടുത്തത് എൻ്റെ വീട്ടിൽ 2 കാറുകളുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലെ സബ്ജക്റ്റ്, 2 കാറുകൾ. അപ്പോൾ there നമ്മൾ എഴുതുകയാണ് there. ഇപ്പോൾ 2 കാറുകളായതുകൊണ്ട് നമ്മൾ ഈസിന് വരെ നമ്മൾ എന്ത് കാറ്? there are 2 cars in my house. There are 2 cars in my house. അടുത്തത് കേരളത്തിൽ 44 നദികളുണ്ട്. 44 നദികൾ. അപ്പോൾ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റായി. അപ്പോൾ നമ്മൾ എന്താണ്? 6 ആണ് ഇവിടെ എടുക്കുക. അപ്പോൾ ദർണി സബ്ജക്റ്റ് നമ്മൾ ദർ ആർ ഇത്രയാണ് 44 അല്ലേ? 44 rivers in Kerala. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദർ എന്ന വെക്കുക. ഈസയമാറാണ് ഹാവ് ഹാസ് ആയിട്ട് ഇവിടെ വെക്കുന്നത്. അപ്പോൾ ഇത് ഈ രീതിയിൽ നമുക്ക് എന്തും പറയാം. ഇതിൻ്റെ പാസ്റ്റ് രൂപങ്ങളാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്.